കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ വിധി ശനിയാഴ്ച. ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതിയാണ് വിധി പറയുക. കൊടക് സ്വദേശി സൽമാൻ ആണ് കേസിലെ ഒന്നാം പ്രതി. 2024 മെയ് 15 പുലർച്ചെയാണ് നാടിന് നടുക്കിയ സംഭവമുണ്ടായത്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഈ സംഭവം നടന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതാണ് അന്വേഷണ സംഘം. അതിവേഗത്തിൽ തന്നെ, കാരണം തുടക്കത്തിൽ നാടിന് നടുക്കിയൊരു കേസ്, അതിവേഗത്തിൽ പ്രതിയെ പിടികൂടാൻ കഴിയുന്നു. ഈ വിധിയും, അത് സംഭവം നടന്ന് ഉടൻ തന്നെ വിധിയും വരുന്നു. ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലവും വിചാരണ നടപടികളും എങ്ങനെയായിരുന്നു? തീർച്ചയായും ടോമെ, കേരളം നടുങ്ങിയ, അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ ഇത്തരത്തിൽ വീടുകളിൽ പോലും സുരക്ഷിതരല്ല എന്ന് തെളിയിച്ച അത്രയും വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ്, നാടിനെ നടുക്കിയ ഒരു കേസിലാണ് ഇപ്പോൾ വിധി വരുന്നത്. അതായത് 2024 മെയ് 15 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ, ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോവുകയും സമീപത്തെ ഒരു പാടത്ത് കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിക്കുകയും മാത്രമല്ല ഈ കമ്മൽ, കുട്ടിയുടെ കാതിലുണ്ടായിരുന്ന കമ്മൽ മോഷ്ടിക്കുകയും ചെയ്ത് കടന്നു കളയുകയായിരുന്നു ഈ പ്രതി. കുടക് സ്വദേശിയായ സലിമിനെ പിന്നീട് ആന്ധ്രയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുന്നത്. 10 ദിവസത്തിനകം ഈ പ്രതിയെ പിടികൂടാനായി ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 39 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനായി എന്നൊരു പ്രത്യേകത ഈ കേസിനുണ്ട്. ഇപ്പോൾ ഒരു വർഷവും 1.5 വർഷത്തിനിടയിൽ തന്നെ ഇതിന്റെ ഒരു വിധി കൂടി വരുന്നു. ശനിയാഴ്ചയായിരിക്കും ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതി ജഡ്ജി ഇതിൽ വിധി പറയുക. എന്തായാലും ഈ സംഭവം, ഇതിൽ രണ്ടാം പ്രതിയായി വരുന്നത് ഇയാളുടെ സഹോദരി സുബൈദയാണ്. ഈ സ്വർണ്ണക്കമ്മൽ കൂത്തുപറമ്പിലെ ഒരു ജ്വല്ലറിയിൽ വിൽക്കാൻ സഹായിച്ചതിനാണ് ഇവർ രണ്ടാം പ്രതിയായി ഈ കേസിൽ പെട്ടത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ കേസിൽ ഇയാൾക്ക് വേണ്ടി ആരും തന്നെ ഹാജരായിരുന്നില്ല. അഭിഭാഷകരായി ആരും തന്നെ ഹാജരായില്ല. ബന്ധുക്കൾ ആരും തന്നെ ഇയാൾക്ക് ജാമ്യമെടുക്കാനോ ഇത്തരം നടപടികൾക്കോ ഇയാളെ സഹായിക്കാനോ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലീഗൽ സർവീസ് അഡ്വൈസറി ഏർപ്പെടുത്തിയ അഭിഭാഷകരായിരുന്നു ഇയാൾക്ക് വേണ്ടി വാദിച്ചിരുന്നത്. മാത്രമല്ല 2022 മേൽപ്പറമ്പിൽ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി ഇത്തരത്തിൽ ആദൂറിലെ വനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. അത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിലൊരു കേസ്. അതിന്റെ വിചാരണയും അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ കേസിൽ വളരെ സുപ്രധാനമായ ഒരു വിധി ഇപ്പോൾ വരാൻ പോകുന്നത്. ശനിയാഴ്ച ഇത് സംബന്ധിച്ച് വിധി തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ നിയമ നടപടിക്രമങ്ങൾ നോക്കിയാൽ ഒരു ദിവസം ശനിയാഴ്ച ഇത് കുറ്റക്കാരനാണോ അല്ലയോ എന്ന തരത്തിൽ ഒരു കോടതിയുടെ പരാമർശം ഉണ്ടാകും. അതല്ല, ശനിയാഴ്ച ഇതിന്റെ വിധി തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഇത്തരത്തിൽ വലിയ ചർച്ച ചെയ്ത കേസാണ്. ഒരു നാടിനെ ആകെ വലിയ തോതിൽ ദിവസങ്ങളോളം ഇത്തരത്തിൽ ആശങ്കയിലുണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വല്യച്ഛൻ ഇത്തരത്തിൽ പശുവിനെ കറക്കാൻ പോയ സമയത്ത്, അതൊരു പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വീടിനകത്തേക്ക് ഇയാൾ കടക്കുന്നതും ഈ കുട്ടിയെ, കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ ചുമരിൽ ചുമന്ന് പുറത്തെ അടുക്കള ഭാഗത്തുകൂടി വാതിലൂടെ പുറത്തേക്ക് കൊണ്ടുപോയി പാടത്ത് കൊണ്ടുപോയി ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമായിട്ട്, അതായത് ഒരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ചെന്നോർക്കണം. അതിനു പുറമെ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തി സമീപത്തെ ഒരു വീട്ടിൽ ഇറക്കിവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഇയാൾ ഇവിടെ നിന്നും ആന്ധ്രയിലേക്ക് കടന്നു കളയുന്ന അവസ്ഥയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് ആന്ധ്രയിലെ ഒരു ഹോട്ടലിൽ ഇത്തരത്തിൽ ജോലി ചെയ്യുകയാണെന്ന ഒരു വിവരം ലഭിക്കും. അവിടെ അന്വേഷണ സംഘം എത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇയാൾക്കെതിരെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെയും ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. സമൂഹത്തിൽ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ നടത്തിയ ഒരു പ്രതിയാണ്. കുടക് സ്വദേശിയാണ് ഇയാൾ. കാഞ്ഞങ്ങാട് വിവാഹം കഴിഞ്ഞ് അവിടെ ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. ബൈജു, കാരണം ഈ സ്ഥിരം കുറ്റവാളി, പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കുന്ന, ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന, അതോടൊപ്പം മോഷണം ഉൾപ്പെടെ നടത്തുന്ന ഒരു സ്ഥിരം കുറ്റവാളിയാണ്. ഇയാൾക്ക് ഏത് രീതിയിലുള്ള ശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം? ഇയാൾക്കെതിരെ കടുത്ത ശിക്ഷ വേണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതായത് 60 സാക്ഷികളെയാണ് ഇതിൽ വിസ്തരിച്ചത്. ഇതിൽ പ്രധാനമായും കുട്ടിയുടെ അമ്മ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ്. അതോടൊപ്പം 161 ശാസ്ത്രീയ രേഖകൾ, തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, MP ആസാദ് എന്ന് പറയുന്ന നേരത്തെ പല കേസുകളിലും ഇത്തരത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന CI ആണ് ഇതിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചത്. 300 പേജുള്ള കുറ്റപത്രമായിരുന്നു. അതിൽ 60 സാക്ഷികളെ വിസ്താരം ആണ് ഈ ഇത്രയും വളരെ വേഗം തന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതി
പൂർത്തിയാക്കിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 161 ശാസ്ത്രീയ രേഖകൾ, തെളിവുകൾ ഉൾപ്പെടെ ഇതിൽ പോലീസ് ഹാജരാക്കിയിരുന്നു. സാക്ഷി മൊഴികളുണ്ട്, അത്തരത്തിൽ വളരെ നിർണായകമായ സാക്ഷി മൊഴികളുണ്ട്. ഇയാളെ രാവിലെ ഇവിടെ നിന്നും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇയാൾ കടന്നു കളയുന്നത് കണ്ട സാക്ഷികളുണ്ട്. ഒരു കടയിൽ ഇയാൾ സിഗരറ്റ് വാങ്ങാൻ പോയിരുന്നു, അവിടുത്തെ സാക്ഷികളുണ്ട്. അങ്ങനെ കൃത്യമായ സാക്ഷി മൊഴികളും തെളിവുകളുമുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നൊരു ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ അത്തരത്തിലുള്ള ഒരു ശിക്ഷ ഉണ്ടാകുമെന്ന് തന്നെയാണ് കുടുംബവും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ CI നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CI നേരത്തെ നിരവധി കേസുകളിൽ പ്രതികൾക്ക് വലിയ തോതിൽ ശിക്ഷ വാങ്ങിക്കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ നേരത്തെ കാഞ്ഞങ്ങാട് CI ആയിരുന്നു. അത് 39 ദിവസത്തിനകം ഈ കുറ്റപത്രം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും വളരെ പ്രമാദമായ വലിയ ചർച്ച ചെയ്ത ഒരു കേസിലാണ് ഇദ്ദേഹം അത്തരത്തിലൊരു നടപടി പൂർത്തിയാക്കിയത്. എന്നാലും ഇതിൽ വളരെ കൃത്യമായ ഒരു മെസ്സേജ്, അതായത് ഇപ്പൊ നമ്മുടെ ഇത്രയും പ്രായം 10 വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഇയാൾ പീഡിപ്പിച്ചത്, അതിന് കൃത്യമായ ഒരു മെസ്സേജ്. അത് കൂടാതെ കൂടുതൽ കേസുകൾ ഇത്തരത്തിൽ 10ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് ഉൾപ്പെടെ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ, ഇയാൾക്ക് ഹാജരാകാൻ അഭിഭാഷകർ പോലും രംഗത്ത് വരാത്ത സാഹചര്യമുണ്ടായിരുന്നു. അത്രയും നീചനായ ഒരു ക്രിമിനൽ ഒരു കുറ്റവാളിയാണ്. ഇയാൾക്കെതിരെ തക്കതായ ശിക്ഷ വേണമെന്ന ഒരു ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.